നമസ്കാരം. നമസ്തേ. ISROയുടെ സെമി ക്രയോജനിക് എഞ്ചിൻ വലിയ തരത്തിലുള്ള വിജയത്തിലോട്ട് എന്നുള്ള വാർത്തകളെല്ലാം ഇന്നലെ വന്നായിരുന്നു. നമ്മളിത് നോക്കുമ്പോൾ പല രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു റഷ്യ, അതേപോലെ ചൈന, അമേരിക്ക പോലത്തെ രാജ്യങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിലോട്ട് ഇന്ത്യയും എത്തിയോ? ഇതിൻ്റെ പലതരത്തിലുള്ള ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങൾ നടന്നു എന്നുള്ളത് പറഞ്ഞായിരുന്നു. പലതും വിജയത്തിലെത്തി എന്നുള്ളതും പലതും അത്രത്തോളം വിജയം കണ്ടില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? നിലവിൽ ഞാനീ പറഞ്ഞ രാജ്യങ്ങൾക്ക് പുറമെ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് ഈ സാധനം ഉണ്ടോ? ഇതും നമ്മളെ കയ്യിലുള്ള ക്രയോജനിക് എഞ്ചിനും അവരുടെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മാറ്റങ്ങളും പ്രത്യേകതകളൊക്കെ? ഇന്ത്യ ഇന്നലെ നടത്തിയത് സെമി ക്രയോജനിക് എഞ്ചിന്റെ ഹോട്ട് ടെസ്റ്റ്, പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിളിന്റെ ഹോട്ട് ടെസ്റ്റ് ആണ്. ഉം. പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ എഞ്ചിന്റെ ത്രസ്റ്റ് ചേംബർ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും അടങ്ങുന്ന ഒരു ഭാഗത്തിനാണ് ഈ പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പരീക്ഷണമാണ് ഇന്നലെ നടന്നത്. ആ പരീക്ഷണം ഈ എഞ്ചിന്റെ മൊത്തം, അതായത് ഇന്ത്യ നിർമ്മിക്കുന്ന ഈ സെമി ക്രയോജനിക് എഞ്ചിന്റെ മൊത്തം ത്രസ്റ്റ് ശക്തി എന്ന് അതിന് പ്രദാനം ചെയ്യാൻ പറ്റുന്ന ശക്തി എന്ന് പറയുന്നത് 200 കിലോ ന്യൂട്ടൺ ആണ്. ആ 200 കിലോ ന്യൂട്ടണും ശക്തിയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് അല്ല ഇന്നലെ നടന്നത്. 175 കിലോ ടണ്ണിന്റെ 200 ടണ്ണ് 2000 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. 2000 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് 200 ടണ്ണാണ് ശക്തി. അപ്പൊ ഇന്നലെ നടന്നത് 175 ടണ്ണിന്റെ ശക്തിയാണ്, ത്രസ്റ്റാണ്. 175 ടൺ എന്ന് പറയുമ്പോൾ മൊത്തം ശക്തിയുടെ 88%. അപ്പോ ആ ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ ഒരു പരീക്ഷണമാണ് ഇന്നലെ നടന്നത്. അത് വളരെ വിജയകരമായിരുന്നു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോ ആ ത്രസ്റ്റ് ലെവൽ 188 ടൺ എന്നുള്ള നിലയിലുള്ളത്, അല്ല 175 ടൺ എന്നുള്ള നിലയിലാണ് ഇന്നലെ പരീക്ഷണം നടന്നത്. ഇതിനു മുമ്പ് വേറെ 2 പരീക്ഷണങ്ങൾ ഈ പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ ഹോട്ട് ടെസ്റ്റ് നടന്നിരുന്നു. അതൊന്ന് ആദ്യത്തേത് 47% ത്രസ്റ്റ് ലെവൽ ഉള്ള ഒരു പരീക്ഷണമാണ്. അതിനുശേഷം അത് കൂട്ടി 60% ത്രസ്റ്റ് ലെവലിലുള്ള പരീക്ഷണം നടന്നു. ഇന്നലെ 88% ത്രസ്റ്റ് ലെവലിലുള്ള പരീക്ഷണവും നടന്നു. അപ്പൊ ഇനി നടക്കാൻ പോകുന്നത് 100% ത്രസ്റ്റ് ലെവലിലുള്ള, അതായത് 200 ടൺ ത്രസ്റ്റ് ലെവലിലുള്ള പരീക്ഷണം കൂടെ നടന്നു കഴിഞ്ഞാൽ ആ ഭാഗം തീരുന്നു. അതും വിജയകരമാകുമെന്ന് തന്നെ നമുക്ക് 100% പ്രതീക്ഷിക്കാം. കാരണം ഇന്നലത്തെ ഈ 88% ത്രസ്റ്റ് ലെവലിലുള്ള പരീക്ഷണവും പരിപൂർണ വിജയമായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പൊ എഞ്ചിൻ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള വലിയ സൂചനയാണ് ഇത് നൽകുന്നത്. ഇനി മറ്റു രാജ്യങ്ങളുടെ സെമി ക്രയോജനിക് എഞ്ചിനുമായിട്ട് നമ്മുടെ ഈ SC200 എന്ന് പേരിട്ടിരിക്കുന്ന ഈ എഞ്ചിനെ താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് ഈ സെമി ക്രയോജനിക് എഞ്ചിൻ എന്നുള്ളത് കൂടെ നമുക്കൊന്ന് ചെറിയ 1-2 വരികളിൽ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഒന്ന് വിശദീകരിക്കാം. അപ്പോ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുള്ളത്, ചിലപ്പോൾ ഞാൻ ഈ മാധ്യമ ചർച്ചകളിൽ തന്നെ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ ചോദിക്കും, ഇന്ത്യക്ക് ക്രയോജനിക് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാം, സ്വന്തമായിട്ട് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്താ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കിയാൽ? അപ്പൊ പലരും വിചാരിക്കുന്നത് ക്രയോജനിക് എഞ്ചിൻ ന്റെ പകുതിയാണ് സെമി ക്രയോജനിക് എഞ്ചിൻ, പകുതി ടെക്നോളജി. അപ്പോ ഒരു ഫുൾ ടെക്നോളജിയുടെ ഒരു എഞ്ചിൻ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാമെങ്കിൽ പിന്നെന്താ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ അതിനു മുമ്പേ ഉണ്ടാക്കേണ്ടതില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും സെമി ക്രയോജനിക് എഞ്ചിൻ എന്നത് ക്രയോജനിക് എഞ്ചിന്റെ പകുതി എന്നുള്ളതല്ല. അത് ഈ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. ആ പേരാണ് നമുക്ക് കേൾവിക്കാർക്കൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. വിദേശത്തൊക്കെ ഇതിന് പറയുന്ന പേര് കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ എന്നാണ്. അതായത് ഈ റോക്കറ്റ് എഞ്ചിനിൽ സാധാരണ ഈ ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനിലെ ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും, അതിൽ ലിക്വിഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിഡൈസറാണ്, മറ്റേതാണ് ഫ്യൂവൽ. അപ്പോ അത് രണ്ടും കൂടെ ഉപയോഗിച്ചാണ് ക്രയോജനിക് എഞ്ചിന്റെ പ്രൊപ്പല്ലന്റ്. പക്ഷേ സെമി ക്രയോജനിക് എഞ്ചിൻ വരുമ്പോഴേക്കും അതില് ലിക്വിഡ് ഓക്സിജൻ ഓക്സിഡൈസർ ആയിട്ട് ഉണ്ടാകും,
പക്ഷേ ലിക്വിഡ് ഹൈഡ്രജന് പകരം ഇവിടെ പ്യൂരിഫൈഡ് കെറോസിൻ, മണ്ണെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണയെ കുറിച്ച് ചിന്തിക്കേണ്ട. പകരം ഇത് ഏവിയേഷൻ ഗ്രേഡാണ്. എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പ്യൂരിഫൈ ചെയ്തെടുത്തിട്ടുള്ള, റോക്കറ്റ് എഞ്ചിനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്യൂരിഫൈഡ് ഒരു പ്രത്യേക ബ്രാൻഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ മണ്ണെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതിന് വലിയ ശക്തി ഉണ്ടാകും, ത്രസ്റ്റ് കൊടുക്കാൻ ഈ എഞ്ചിന് പറ്റും എന്നുള്ളതാണ്. അപ്പോ ഇന്ത്യയുടെ ഈ LV-3 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിളിലാണ് ഈ എഞ്ചിൻ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്, പദ്ധതി ഇടുന്നത്. ഇപ്പൊ എന്തിന് ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഇപ്പോ LV-3യിൽ ഉപയോഗിക്കുന്നത്, LV-3 എന്ന് പറയുന്നത് 3 സ്റ്റേജ് റോക്കറ്റാണ്. 3 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ബൂസ്റ്ററുകൾ, അതിൽ ISRO തന്നെ തയ്യാറാക്കുന്ന പ്രൊപ്പല്ലന്റ് ആണ്, ഇന്ധനമാണ് അതിൽ ഉപയോഗിക്കുന്നത്. ആ 2 ബൂസ്റ്ററുകളാണ്. അത് കഴിയുമ്പോഴാ ഈ രണ്ടാം ഘട്ടം, അതായത് നടുക്കുള്ള ഘട്ടത്തില് ഇപ്പോ വികാസ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ആണ് ഉപയോഗിക്കുന്നത്. അത്തരം 2 വികാസ് എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 വികാസ് എഞ്ചിനും, ഈ വികാസ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്കത് ഓർമ്മ വരുന്നത് നമ്പി നാരായണനെയാണ്. നമ്പി നാരായണൻ അടങ്ങുന്ന ടീമാണ് ISROയ്ക്ക് വേണ്ടി വികാസ് എഞ്ചിൻ നിർമ്മിക്കുന്നത്. ഇപ്പൊ പല ആൾക്കാരും ഇപ്പോ നമ്പി നാരായണനെ എതിർക്കുന്നവർ ചോദിക്കും, ഇയാൾ എന്താണ് ഈ ISROയ്ക്ക് ഇത്ര വലിയ സംഭാവന നൽകിയത്? ഇതൊരു കിഴങ്ങൻ ശാസ്ത്രജ്ഞൻ, അയാള് പുറത്തു പോയാൽ എന്ത്, പുറത്തു പോയില്ലെങ്കിൽ എന്ത്? അങ്ങനെയല്ല. അയാളുടെ പ്രസക്തി ഈ വികാസ് എഞ്ചിന്. രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും ശക്തമായ റോക്കറ്റാണ് ഈ LV-3 എന്ന് പറയുന്നത്. അതിന് പണ്ട് പറയുന്നത് GSLV Mark 3 എന്നായിരുന്നു. ആ LV-3 റോക്കറ്റിലെ രണ്ടാം ഘട്ടത്തിൽ ഇന്നും ഉപയോഗിക്കുന്നത്, അതായത് ഇത് വികസിപ്പിച്ച നാൾ മുതൽ ഒരു 2000ത്തിന്റെ ഒരു early 2000 തൊട്ട് ഇപ്പോ വരെ ഉപയോഗിക്കുന്ന ഈ നമ്മുടെ GSLV സീരീസ് ഓഫ് റോക്കറ്റ്, GSLV Mark 1, Mark 2, ഏറ്റവും ശക്തമായ Mark 3, അതിപ്പോ പേര് മാറ്റി LV-3 ആയി. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിന് പേര് മാത്രമല്ല. അപ്പോൾ അതിൽ രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഈ വികാസ് എഞ്ചിനാണ് ഇദ്ദേഹത്തിന് നമ്പി നാരായണന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം റീഡിസൈൻ ചെയ്ത, അവരല്ല ആദ്യം ഉണ്ടാക്കി, അത് ഫ്രാൻസിൽ നിന്നും അതിന്റെ ടെക്നോളജി നമ്മൾ വാങ്ങിച്ചതാണ്. പക്ഷെ അത് 10 മടങ്ങ് ശക്തമാക്കി. ആ ഫ്രാൻസിൽ നിന്നും വാങ്ങിച്ച എഞ്ചിൻ ടെക്നോളജി നമ്മൾ ഗവേഷണത്തിലൂടെ ഒരുപാട് മെച്ചപ്പെടുത്തി. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണിപ്പോൾ. ആ എഞ്ചിന്റെ കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു GSLVയോ LV-3യോ പരാജയപ്പെട്ടിട്ടില്ല. ഈ LV-3 എന്ന ഒരു റോക്കറ്റ്, അതൊരു മീഡിയം ലിഫ്റ്റ് വെഹിക്കിൾ എന്നാണ് പറയുന്നത്. മീഡിയം ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെവി ലിഫ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നതിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയൊക്കെ പറയും. നമ്മൾ ഇപ്പൊ ബാഹുബലി റോക്കറ്റ് എന്നൊക്കെ വലിയ പേരിടും. പക്ഷെ ബാഹുബലി ഒന്നും അല്ല അത്. അതൊരു നാണക്കേടാ ഈ റോക്കറ്റിനെയൊക്കെ അങ്ങനെ വിളിക്കുന്നത്. കാരണം ഇനി ഞാൻ താരതമ്യത്തിലേക്ക് വരാം. ഇപ്പോൾ എന്നോട് ചോദിച്ചല്ലോ മറ്റു രാജ്യങ്ങളുടെ റോക്കറ്റുകളുമായിട്ട് എങ്ങനെ താരതമ്യപ്പെടുന്നു. ഇപ്പൊ ലോകത്തിലേക്ക് ഒക്കെയുള്ള സൂപ്പർ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകൾ വരെയുള്ള ഒരു കാലഘട്ടമാണിത്. ആ സൂപ്പർ ഹെവി ലിഫ്റ്റ് എന്ന് പറയുമ്പം സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് അല്ലെങ്കിൽ ഫാൽക്കൺ ഹെവി എന്ന് പറയുന്ന റോക്കറ്റ്, ഇതൊക്കെ 50 ടണ്ണിന് മുകളിൽ. ഇനി സ്പേസ് എക്സ് എനിക്ക് തോന്നുന്നു 150 ടണ്ണൊക്കെ ലോ എർത്ത് ഓർബിറ്റിൽ കൊണ്ട് വിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. അപ്പോ ഈ നമ്മുടെ ഭൂസ്ഥിര ഭ്രമണപഥം എന്ന് പറയുന്ന ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റില് ഒരു 10-15 ടണ്ണൊക്കെ വിക്ഷേപിക്കാൻ കഴിയുന്ന റോക്കറ്റുകളാണ് ഞാൻ ഈ പറഞ്ഞ ഈ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് അല്ലെങ്കിൽ ഫാൽക്കൺ ഹെവി. ഇനി ചൈനയുടെ ലോങ് മാർച്ച് 5, റഷ്യയുടെ അങ്കാര, അതുമായിട്ടൊന്നും ഇത് താരതമ്യപ്പെടുത്തണ്ട. ഇത് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്ന ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ 5 ടൺ തൊട്ടുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള കരുത്ത് നമ്മുടെ ഈ SC-200 എന്ന് പറയുന്ന സെമി ക്രയോജനിക് എഞ്ചിൻ നമ്മൾ വികസിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ LV-3ക്ക് 4.5 ടൺ ഭാരം വരെ GTOയിൽ വിക്ഷേപിക്കാം. അത് പുച്ഛിച്ചു തള്ളേണ്ട കാര്യമൊന്നുമല്ല. അതിന് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യമുണ്ട്. പക്ഷേ തലയും കുത്തി മറിയേണ്ട നേട്ടവുമല്ല. ഇത് രണ്ടുമല്ല. രണ്ടിന്റെ ഇടയ്ക്ക് ഉള്ള ഒരു സ്പേസിൽ നിന്നുകൊണ്ട് സന്തോഷിക്കാം.
ഏഹ് നമുക്ക് ഇരുന്ന് നമ്മുടെ കസേരയിൽ ഇരുന്ന് കൈകൊട്ടി അഭിനന്ദിക്കാം. പക്ഷെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനും മാത്രമുള്ള നേട്ടമൊന്നും ISRO ഉണ്ടാക്കിയിട്ടുമില്ല ഈ ലോഞ്ച് വെഹിക്കിളിന്റെ കാര്യത്തിൽ. ഇതാണ് ഇതിനകത്തിലെ ഒരു വസ്തുത. ഇത് സത്യത്തില് നമ്മൾ ഇങ്ങനെ ഒരു സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചാൽ, ശരിക്കു പറഞ്ഞാൽ ഇതുവരെ ലോകത്തിൽ സെമി ക്രയോജനിക് എഞ്ചിൻ കൈവശമുള്ളത് ചൈന, റഷ്യ, US, അതുപോലെ ഫ്രാൻസ്, ജപ്പാൻ ഉണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ജപ്പാനെ പൂർണ്ണമായിട്ട് അതിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ എങ്കിലും ഈ 4 രാജ്യങ്ങൾക്കുണ്ട്. അപ്പൊ 5ാമത്തെ രാജ്യമായിട്ട് നമ്മൾ മാറും. അത് വലിയ നേട്ടം തന്നെയാണ്. ലോകത്തിൽ 100-200-ലധികം രാജ്യങ്ങളുള്ള സ്ഥലത്ത് അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള എലീറ്റ് ആയിട്ടുള്ള 5 പേരടങ്ങുന്ന ഒരു ക്ലബിലോട്ട് നമ്മൾ കയറുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. ഈ സെമി ക്രയോജനിക് എഞ്ചിൻ നമ്മൾ നിർമ്മിച്ചാൽ സാധാരണഗതിയിൽ ഈ പല കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളും 5 ടൺ 4.5 ടണ്ണിന് മുകളിൽ, അതായത് ഏതാണ്ട് 5 ടൺ തൊട്ട് മുകളിലോട്ട് വരുന്ന വലിപ്പമുള്ളവയാണ്. അപ്പൊ ഇപ്പോഴും പലപ്പോഴും പല കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റും വിക്ഷേപിക്കാൻ നമ്മൾ ഒന്നുകിൽ സ്പേസ് എക്സിനെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ അരിയാന റോക്കറ്റിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഈ സെമി ക്രയോജനിക് എഞ്ചിൻ SC-200 നമ്മുടെ ഇത് പ്രവർത്തനക്ഷമമാകുകയും അത് റോക്കറ്റുമായിട്ട് നമ്മുടെ LV-3യുമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ നമുക്ക് ഈ ഉപഗ്രഹ വിക്ഷേപണത്തിൽ നമ്മൾ സ്വയം പര്യാപ്ത സ്വാതന്ത്ര്യം നേടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രഖ്യാപിക്കാം. ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം നേടിയെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. ഈ ടെക്നോളജി ഒന്നും ആരും വേറൊരു രാജ്യത്തിന് കൊടുക്കില്ല. അങ്ങനൊന്നും കുറച്ചൊക്കെ തരും, പക്ഷെ നിർണായകമായ ടെക്നോളജി ഒന്നും ആരും തരില്ല. ഇത് സ്വന്തമായിട്ട് വികസിപ്പിച്ച് എടുത്താലേ പറ്റൂ. ഏതാണ്ട് 10-15 കൊല്ലമായിട്ട് ഇന്ത്യ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഇത് നടത്താൻ യുക്രൈനിൽ വെച്ചായിരുന്നു സെമി ക്രയോജനിക് എഞ്ചിന്റെ ചില സ്റ്റേജുകൾ പരീക്ഷണം നടത്തേണ്ടിയിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിന്റെ അവിടുത്തെ ഈ പരീക്ഷണ ചേംബറുകളൊക്കെ ഉണ്ട്, അവിടെ വെച്ച് നടത്തേണ്ടിയിരുന്നതാണ്. പിന്നീട് അത് ഒക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇത് പരീക്ഷണം നടത്താനുള്ള സ്ഥലം പോലും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ പോലും സൃഷ്ടിച്ചെടുക്കാൻ ഒരുപാട് കാലം വേണ്ടി വന്നു. എന്തായാലും ശരി, ഇപ്പോൾ നമ്മൾ ബഹുദൂരം മുന്നിൽ പോയിരിക്കുകയാണ്. അതിവേഗം ബഹുദൂരം എന്ന് പറയുന്നില്ലെങ്കിലും ബഹുദൂരം മുന്നിലെത്തി. ഇനി ഒരു പരീക്ഷണം കൂടി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ത്രസ്റ്റിന്റെ കാര്യത്തിലുള്ള ഒരു 200 ടൺ പൂർണ്ണമായിട്ടും ഉള്ള ഒരു ത്രസ്റ്റ് ലെവലിൽ നിന്നുകൊണ്ടുള്ള PHTA പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിള് നമുക്ക് നടത്താൻ പറ്റും. അത് വലിയ നേട്ടം തന്നെയായിരിക്കും. ഇന്ത്യയുടെ കൈവശമുള്ള എഞ്ചിനുകളൊക്കെ തന്നെ ഇപ്പൊ ക്രയോജനിക് എഞ്ചിനിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കിയെടുക്കാൻ എന്തെല്ലാം പാടുപെട്ടു, എന്തെല്ലാം പൊല്ലാപ്പായിരുന്നു. ഇവിടെ അത് ഇല്ലാത്ത എഞ്ചിൻ പിന്നെ വേറൊരു രാജ്യത്തിന് വിറ്റു എന്ന് വരെ ഇവിടെ വലിയ ആരോപണം ഉണ്ടായി. അത് ഏറ്റെടുത്ത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ ബഹളം വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം വരുന്ന 90കളുടെ ഒടുവിലെ ഇന്ത്യ അത് വികസിപ്പിച്ചിട്ടില്ല. ഇന്ത്യക്ക് ആ ടെക്നോളജി ഇല്ല. ഇല്ലാത്ത ടെക്നോളജി എങ്ങനെ വിൽക്കും? ഇതൊന്നും ആരും ചോദിക്കുന്നില്ല. കാരണം ഇതൊരു സാങ്കേതിക വിഷയമായ കാരണം പല മാധ്യമ പ്രവർത്തകർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തകരിലെ വലിയ തിരുവനന്തപുരത്തെ കൊടി കെട്ടിയ മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഫുൾ ക്രയോജനിക് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് സെമി ക്രയോജനിക് എഞ്ചിൻ ഉൽപ്പാദിപ്പിച്ചുകൂടാ എന്നൊക്കെ ചോദിക്കും. അതിന്റെ ബേസിൽ പിന്നെ ഒരു സിനിമ അതിന്റെ ബേസിൽ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. ഞാൻ സൂര്യ നായകനായിട്ടുള്ള സിനിമ വരെ. അതെ അതെ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ക്രയോജനിക് എഞ്ചിൻ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വളരെ നാളുകളുടെ പരിശ്രമം വേണ്ടി വന്നു. റഷ്യയുടെ കുറെ സഹായമൊക്കെ ഉണ്ടായി നമുക്ക്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് സഹായിച്ചാൽ പോലും പറ്റില്ല. കാരണം ഇത്തരം ടെക്നോളജിയൊക്കെ അതിന്റെ തിയറി അറിഞ്ഞതുകൊണ്ട് മാത്രം പറ്റില്ല, എക്സിക്യൂഷനോട് അറിയണം. ഇപ്പം ആറ്റം ബോംബിന്റെ തിയറി അറിഞ്ഞതുകൊണ്ട് ഐൻസ്റ്റീൻ E=mc² എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് ആറ്റം ബോംബ് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അടിസ്ഥാന തത്വം ഇക്വേഷൻ ഞാൻ പറഞ്ഞു, എന്നാ നീ അങ്ങ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റൂ? ഇതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമല്ല. ഇത് പരീക്ഷണങ്ങളും പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ പതുക്കെ പടിപടിയായിട്ട് കയറി വരണ്ട. എന്തായാലും ശരി, ഇത് ഈ ഒരു നേട്ടം അച്ചീവ് ചെയ്യാൻ ISROയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതുപോലെ തന്നെ കൂടുതൽ വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പൊതുവിടത്തിൽ വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട്
നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.